ഹായ് ഹലോ ഫേസ് വാഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പപ്പായയുടെ ഫേസ് വാഷാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 204 ഗ്രാമിൻ്റെ അടുത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ആണ്. പിന്നെ ചേർത്തിട്ടുണ്ടായിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് DM വാട്ടർ, വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്, കളർ നമ്മൾ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും കളർ ആഡ് ചെയ്യേണ്ടി വരും. കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് ഓറഞ്ച് കളറാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പപ്പായയുടെ തന്നെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഫിനോക്സ് എത്തനോളുകളും ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ തലേ ദിവസമാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഫേസ് വാഷ് കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഒരു ഫേസ് വാഷ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് ബോട്ടിലാണ് ഫില്ല് ആക്കാനുള്ളത് ആ ഒരു ബോട്ടിലോട്ടാണ് മാറ്റേണ്ടത്. ഇത് 100 ml ബോട്ടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മുടെ ഒരു ഫേസ് വാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 ബോട്ടിലാണ് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടും ഈ ഒരു ഫേസ് വാഷ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ തന്നെ പിമ്പിൾസ് വന്നതിൻ്റെ പാടുകൾ, മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനും നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ ഫ്ലിപ്പ് ക്യാപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ നമ്മൾ 2 ബോട്ടിലും ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.